സാർ, കോതമുക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ഫയൽ തരാൻ വന്നതാണ്. പ്രാർത്ഥന ചെല്ലുമ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു വിടാ നിനക്ക്. അല്ല സാറേ, എന്നെ ഒരാഴ്ചയായിട്ട് ലീവിലാണ്. നമ്മുടെ അച്ഛന് എന്തോ ഒരു മാതൃ ശക്തി ഉണ്ടോ എന്നൊരു സംശയം. നമ്മുടെ അച്ഛനാ എന്നെ ഈ കേസ് സംശയമുണ്ട്. സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ അസാധാരണമായി എന്തോ ഉണ്ട്. സാർ, ഒന്നെങ്കിൽ സൂപ്പർ നാച്ചുറൽ തന്നെ, അല്ലെങ്കിൽ ചെകുത്താനെന്ന് തോന്നുന്നു. കൈക്കാരൻ തോമസ് മരിച്ചു, അതും ആ നശിച്ച കുഴിമാടത്തിലെ. സാറേ, അതൊരു കുഴപ്പം പിടിച്ച പുലുവാന കേസാണ്. ഇതൊക്കെ പേരേട്ടാ സ്വഭാവക്കങ്ങ് മാറിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഫാദറിന്റെ ഈ കറുത്ത ലോഹ നമുക്ക് കുറച്ചു കാലം പുറകോട്ട് സഞ്ചരിച്ചാലോ? നിങ്ങൾക്ക് ഇതിനൊരു തുമ്പും കിട്ടാൻ പോകുന്നു. ആകെ കൂടി കുഴഞ്ഞും മറിഞ്ഞ് കെടുക്കുകയാണെങ്കിൽ കോതമുക്ക് പള്ളിക്കേസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സാർ, യെസ്, എല്ലാം ശരിയാക്കി ഞാനങ്ങോട്ട് വരാനിരിക്കായിരുന്നു. വെൽ ഡൺ മിസ്റ്റർ വിനായകൻ. ഐ വിൽ അപ്രീഷിയേറ്റ് യു. താങ്ക് യു സാർ. എനിക്കവിടെ ഇരിക്കാൻ ക്ഷമയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇവിടെ വന്നത്. കാരണം നാളെ ഞാൻ ശബരിമലയ്ക്ക് പോവാണല്ലോ. മനസ്സ് നിറഞ്ഞ് അയ്യപ്പനെ ഒന്ന് കാണണം. ഇരിക്കടോ. സാർ, ഇതാണ് ഇതുവരെയുള്ള കേസ് ഫൈൻഡിങ്സ്. കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒരുപാട് തലവേദനയുണ്ടാക്കിയ കേസാണ് കോതമുക്ക് പള്ളിക്കേസ്. എനിക്കും മുകളിൽ നിന്ന് വളരെയധികം പ്രഷർ ഉണ്ടായിരുന്നു. നിങ്ങളെങ്ങനെയാണ് കുറ്റവാളിയിലേക്ക് എത്തിയത്? സാർ, ഒരുപാട് കഷ്ടപ്പെട്ടു കുറ്റവാളിയിലേക്ക് എത്താൻ. ഞങ്ങളുടെ ടീമിലെ 2 പേർക്ക് അതിന്റെ പ്രത്യാഘാതം ഉണ്ടായി. വിശ്വാസത്തിന്റെ മറവിൽ നടന്ന കുറ്റകൃത്യമായതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു. സംശയിക്കപ്പെട്ടവരാരും പ്രതികളായിരുന്നില്ല. ഊമയായി അഭിനയിച്ച, ജീവിതം പ്രതികാരത്തിനായി മാറ്റിവെച്ച പള്ളിക്കുശിനിക്കാരൻ ലോധറിലേക്ക് എത്താൻ ഒരുപാട് സമയം വേണ്ടി വന്നു സാർ. എന്തായിരുന്നു ആളുടെ മോട്ടീവ്? ഒരു 30 കൊല്ലം മുമ്പ് നടന്ന സംഭവത്തിന്റെ പ്രതികാരം. അതായിരുന്നു ഈ 3 കൊലപാതകത്തിന്റെയും മോട്ടീവ്. വർഷങ്ങൾക്ക് മുമ്പ് സാമുദായിക സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കോതമുക്കെന്ന ഒരു ഗ്രാമം. മനുഷ്യരെ അടിമകളായി മാത്രം കാണുന്ന കോടയിൽ കൊച്ചൗസേപ്പ് എന്ന നാട്ടുപ്രമാണിക്ക് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു മനുഷ്യത്വം നിറഞ്ഞ മകൻ ജനിക്കുന്നു, സോളമൻ. കാലം സോളമനെ സുന്ദരനായൊരു യുവാവാക്കി. ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവില്ലാതെ ജീവിച്ചിരുന്ന സോളമന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹിന്ദു യുവതിയായ ഇന്ദുലേഖയോട് പ്രണയം തോന്നുന്നു. ഈ സംഭവം സോളമൻ്റെ വീട്ടിലും ക്രിസ്ത്യൻ സമുദായത്തിലും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ആ പ്രണേതാക്കൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു.
ക്രിസ്ത്യൻ സമുദായത്തിലെ ഉന്നതരുടെയും ശിങ്കിടികളുടെയും വേട്ടയാടൽ സഹിക്കവയ്യാതെ സോളമനും ഇന്ദുലേഖയും നാടുവിടാൻ നിർബന്ധിതരായി. ജീവിത സാഫല്യം പോലെ അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. അവനെയും കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒന്നാറിത്തണുത്തെന്ന വിശ്വാസത്തിൽ അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ആ തിരിച്ചുവരവ് ഉന്നത ക്രിസ്ത്യൻ കുടുംബത്തിലെ ജാതിവറിമുത്ത തോമസ്, സൈമൺ, ലൂയിസ് എന്നീ ചെറുപ്പക്കാർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. സോളമൻ്റെ സന്തോഷ ജീവിതവും സാധാരണക്കാർക്കിടയിൽ അവന് കിട്ടുന്ന സ്നേഹാംഗീകാരങ്ങളുമൊക്കെ അവർക്ക് അവനോടുള്ള ശത്രുതയും പകയും കൂടാൻ കാരണമായി. ചതിയിലൂടെ സോളമനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനകളായിരുന്നു പിന്നീട്. ആ പ്രണയവല്ലരിയുടെ വേരറുത്ത് ഇന്ദുലേഖയെയും മകനെയും അനാഥമാക്കിക്കൊണ്ട് തോമസും ലൂയിസും സൈമനും എന്ന നരാധമന്മാർ സോളമനെ ഒരു കൊക്കയിലേക്ക് തള്ളിയിട്ട് എന്നേക്കുമായി ഇല്ലാതാക്കി. കണ്ണുനീരും നിസ്സഹായതയും ഇന്ദുലേഖയെ കൂടുതൽ കരുത്തയാക്കി. ആരുടെയും സഹായമില്ലാതെ അവളും കുഞ്ഞും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരിക്കൽ ഇന്ദുലേഖയെ കടന്നു പിടിച്ച ലൂയിസിനെ അവൾ സധൈര്യം ചെറുക്കുകയും ചെകിടത്തടിച്ച് പ്രതികരിച്ചതും അയാൾക്കും കൂട്ടുകാർക്കും നാട്ടിൽ വലിയ നാണക്കേടുണ്ടാക്കി. ഒടുങ്ങാത്ത പകയുമായി നടന്ന അവർ ഒത്തുകിട്ടിയ ഒരു സാഹചര്യത്തിൽ നിസ്സഹായയായ അവളെ മൃഗീയമായി ബലാത്സംഗം ചെയ്തു കൊന്നു. അമ്മയുടെ വേദനയിൽ ഒന്നുറക്കെ കരയാൻ പോലുമാകാതെ ഭീതി കൊണ്ട് തുറിച്ച കണ്ണുമായി ആ കുഞ്ഞുബാലൻ ഇരുളിലേക്ക് ഓടിമറയുന്നു. പിന്നീട് ഒരു കുശിനിക്കാരൻ്റെ സംരക്ഷണത്തിൽ ആ കുഞ്ഞ് വളരുന്നുണ്ട്, ഉള്ളിൽ പകയുടെ തീക്കനലുമായി. പ്രമാണിമാരുടെ മക്കളായതുകൊണ്ടും സമുദായത്തിലും രാഷ്ട്രീയത്തിലുമുള്ള പിടിപാടുകൊണ്ടും ബലാത്സംഗ കേസ് ഇല്ലാതാക്കി ആത്മഹത്യയാക്കി ചിത്രീകരിച്ച് അവളെ പള്ളിയിലെ തെമ്മാടിക്കുഴിയിൽ കുഴിച്ചു മൂടുന്നു. ആ തെമ്മാടിക്കുഴി കാലക്രമേണ സാദാ കുഴിമാടമായി. ആ കുഴിമാടത്തിലാണ് കാലത്തിൻ്റെ കാവ്യനീതി പോലെ തോമസിനെയും ലൂയിസിൻ്റെ മകനെയും സൈമനെയും പിൽക്കാലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് പാപത്തിന് പാപം കൊണ്ട് തന്നെ കണക്ക് തീർത്ത ലോതറിൻ്റെ പ്രതികാരമായിരുന്നു. അതെ, സോളമൻ്റെയും ഇന്ദുലേഖയുടെയും മകൻ ലോതറിൻ്റെ. കുശിനിക്കാരൻ്റെ മരണശേഷം ഒരു വൈറോളജി ഡോക്ടറുടെ വീട്ടിൽ കുശിനി പണിക്ക് പോയ ലോതർ സൂത്രത്തിൽ വൈറസുകളെക്കുറിച്ച് പഠിക്കുന്നു. സയൻറ്റിസ്റ്റായ അദ്ദേഹം പുതിയ വൈറസുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മനുഷ്യന്മാരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന എന്നാൽ മരണകാരണം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വൈറസുകളെ ലോതർ തന്ത്രപൂർവ്വം കൈവശപ്പെടുത്തുന്നു. ഓരോരുത്തരും കൊല്ലാനുള്ള അവസരം അവൻ തക്കം പാർത്തിരുന്നു. പള്ളിയിലെ കുശിനിക്കാരൻ്റെ ഒഴിവിലേക്ക് ദിവസങ്ങളോളം അവൻ കാത്തിരുന്നു. അതിൻ്റെ അവസരം ലഭിച്ചപ്പോൾ ഓമയായി ലക്ഷ്യം നേടുന്നവരെ അവൻ അഭിനയിച്ചു. ഞാനാണ്ട് എല്ലാ കൊലപാതകം ചെയ്തു. മൗന ജീവിതം, അതാണ് എൻ്റെ പ്രതികാരം. ഞാനതിനു വേണ്ടി ഇത്ര കാലം കാത്തിരുന്നു. കപ്പ്യാര് പാവം, അതിന് ഞാൻ എൻ്റെ ഇതിൻ്റെ ഒരു ഭാവമാക്കി മാറ്റി. പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാനും തെളിവില്ലാതാക്കാനും പള്ളിയിൽ തന്നെ ഒരാളെ കണ്ടെത്തി, കപ്പ്യാർ. കപ്പ്യാരുടെ വിശ്വാസവും ദാരിദ്ര്യവും മുതലെടുത്ത് കപ്പ്യാരറിയാതെ ലോതർ തൻ്റെ പക്ഷത്താക്കി. സർവശക്തനായ ദൈവമേ, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ബാക്കിയുള്ള സമയം അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുകയാണ്. എനിക്കൊരഭിവൃദ്ധിയുമില്ല. എന്നെ സഹായിക്കണമേ. ഫിലിപ്പോസേ, നീ ഞാൻ പറഞ്ഞു ചെയ്യുക. നിനക്കുള്ള പ്രതിഫലം ഞാൻ തരും. ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരോടും പറയരുത്. പറഞ്ഞാൽ അതിൻ്റെ ഫലം പോകും. നിന്റെ കഷ്ടപ്പാട് ഞാൻ കാണുന്നു. നീ എൻ്റെ ദാസനല്ലേ, നിന്നെ ഞാൻ കൈവിടില്ല. നീ കണ്ണുകൾ അടയ്ക്കുക. നിനക്കുള്ള അടയാളം ഞാൻ കാണിച്ചു തരാം. പൈസയാണല്ലോ. ദൈവമേ നന്ദി. നിങ്ങൾ വിശ്വാസികൾ വിഡ്ഢികളാണ്. എന്തും ചെയ്യാം വിശ്വാസത്തിന്റെ പേരിൽ. അത് ഞാൻ മനസ്സിലാക്കി. അതിനുവേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. വൈറസുകൾ കൈവശപ്പെടുത്തി.
അതുവഴി പലരെയും കൊല്ലാനും മറ്റു ചിലരെ രോഗബാധിതരാക്കാനും എനിക്ക് സാധിച്ചു. പല മാർഗങ്ങൾ പ്രയോഗിച്ചു. ചിലത് വിജയിച്ചു, മറ്റു ചിലത് പരാജയപ്പെട്ടു. അത് സ്വാഭാവികം. നിങ്ങൾ പലതവണ ശ്രമിച്ചു, പക്ഷെ വിജയങ്ങളുടെ ചവിട്ടുപടി പലപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരുന്നു. ശക്തമായ തെളിവുകളുടെ അഭാവം ഇനിയും എന്നെ രക്ഷിക്കും. ഞാൻ എന്തായാലും ചോദിക്കും. തനിക്ക് വല്ല സൂക്കേണ്ടാ? എന്തിനത്? ആള് ചോദിക്കട്ടെ, ആളുടെ ധൈര്യത്തിന് ചോദിക്കട്ടെ. സൈക്കിളിന്റെ അപ്പുറണ്ട് പള്ളിയായാലും പട്ടക്കാരനായാലും വെറുതെ പൊല്ലാപ്പനൊന്നും നിൽക്കണ്ട. ആദ്യം കൊല്ലുന്നത് പണ്ട് മരിച്ചുപോയ ലിസ്റ്റിലെ ആദ്യത്തെ ആളായ ലൂയിസിന്റെ മകനെയാണ്. പ്രതിനിധി യോഗത്തിന്റെ തർക്ക ദിവസം അതിനുവേണ്ടി തിരഞ്ഞെടുത്തു. ചായയിൽ വൈറസ് പൊടി കലർത്തി സ്ലോ പോയിസൺ, അതായത് 7 മണിക്കൂറിന് ശേഷം മരണം. പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല, പക്ഷേ ഡീറ്റെയിലായി പരിശോധിച്ചാൽ അറിയാം. അച്ഛനുമായുള്ള തർക്കവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അസ്വസ്ഥത ഉണ്ടാക്കലും എല്ലാം ഒരു സൂപ്പർ നാച്ചുറൽ ആണെന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിൽ ലോദർ വിജയിച്ചു. രണ്ടാമത്തെ കൊലപാതകം കപ്പ്യാർ വഴി ആസൂത്രണം ചെയ്തു. ഇവിടെ നിൽക്കാപ്പ്യാരെ അച്ഛൻ 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 എങ്ങോട്ട് പോയേ? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നു പറഞ്ഞാണല്ലോ. അതെ, ഈ ബുക്കിലൊന്നും ഒപ്പിടാണ്ട് അച്ഛനെ ഞാൻ ഈ ഒപ്പിടണ്ട, അച്ഛൻ ഞാൻ പറഞ്ഞു ശരിയാക്കാം. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈമേട്ടൻ വരുമ്പോ ബുക്ക് മേടിച്ചേക്കാം. അത് നന്നായി. ഇതാ ബുക്ക് പിടിച്ചേ. എവിടെ ഒപ്പിടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒപ്പിടാ. ഇടുവോ? മറക്കോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടെ. എവിടെ പോവില്ല. മോളെ വിളിച്ചില്ല. മോളെ പപ്പ എത്താന്ന് പറഞ്ഞ് എത്തും. ഒരു 1.5 മണിക്കൂർ. നേരത്തെ ബുക്ക് കൊണ്ട് ഒപ്പിടിച്ച് വരാൻ എന്നിട്ട് എപ്പോട്ടെ പോയി. ഞാൻ തന്നെ പോയി നോക്കാം. കപ്പ്യാരേ, കപ്പ്യാരേ, എപ്പോഴേ പയ്യ വിളിച്ചിരിക്കണേ. കപ്പ്യാരേ, അത് ശരി, കപ്പ്യാരോട് വിളിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് വരാം. എവിടെ വിളിച്ചിരുന്നാലേ ഞാൻ കാണും. ഇരിക്കാൻ പറ്റിയ സ്ഥലം ഒപ്പിട്ട് തരാന്നിട്ട് നീ ഇവിടെ വിളിച്ചിരിക്കുക. മിണ്ടെടുത്ത് ഈ ബുക്കില് 9ാമത്തെ പേജില് ഒരു രഹസ്യമുണ്ട്. ഇത് സൈമേട്ടൻ ഇവിടെ ഇരുന്ന് വായിച്ചിട്ട് പോയി മതി. ഞാൻ നോക്കി ഞാൻ നോക്കട്ടെ. ചെല്ലേ, ഏത് പേജിലാണ് രഹസ്യം? അച്ഛനെ കാണാൻ വന്ന സൈമൺ, അച്ഛൻ തിരക്കിലാണ്, ഞാൻ റിപ്പോർട്ട് ബുക്കിൽ ഒപ്പിടിക്കാം എന്ന് പറഞ്ഞ് കപ്പ്യാർ ബുക്ക് വാങ്ങി. അതിൽ ലോദറിൻ്റെ നിർദ്ദേശപ്രകാരം ദ്രാവക രൂപത്തിലുള്ള വൈറസ് തേച്ച് പിടിപ്പിക്കുന്നു. നാവിൽ കൈതൊട്ട് ബുക്കിലെ ഏടുകൾ മറക്കുന്ന സ്വഭാവമുള്ള സൈമന്റെ രീതി മനസ്സിലാക്കിയ ലോദർ കപ്പ്യാരെ കൊണ്ട് ബുക്കിലെ ഏടുകൾ മറപ്പിക്കാൻ പറയുന്നു. പള്ളിത്തോട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്നിരുന്ന തോമസിന് അവസരം പാർത്തിരുന്ന ലോദർ വൈറസ് വാതകം ശ്വസിപ്പിച്ചു കൊല്ലുന്നു.
തൻ്റെ അമ്മ മരിച്ച കുഴിമാടത്തിൻ്റെ മുകളിൽ കൊണ്ടിട്ട് അവൻ തൻ്റെ പ്രതികാരം തീർക്കുന്നു. ലോതർ, താൻ ചെയ്ത കൊലപാതകങ്ങളിൽ തനിക്കൊരു കുറ്റബോധമില്ലടോ. കുറ്റം ചെയ്താലോ കുറ്റബോധം ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്തത് ബലിയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ബലി. ആ ബലി ഞാൻ പൂർത്തിയാക്കി. ഞാൻ ഒരു ദിവസം മരിക്കും. ആ ബലി ഞാൻ പൂർത്തിയാക്കി. ഞാൻ ഒരു ദിവസം മരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചോ എപ്പോഴും ഇപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കും. ആ കുട്ടിയെ കരച്ചിട്ട് അത് മനസ്സിൽ നിന്ന് പോണില്ല. ആ ബംഗാളിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ? നീ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കണേ? ബംഗാളി അല്ലെങ്കിലും സ്ത്രീ വേഷത്തിലെ കമ്പുള്ള ആളാണ്. പോലീസിന് ഒരു പ്രതി കിട്ടിയാൽ പോരെ? നമ്മളതിനെ വെറുതെ ടെൻഷൻ അടിക്കണേ. അവരെ നോക്കിക്കോളൂ അവരുടെ കാര്യം. പക്ഷെ മനുഷ്യന് ഉറക്കം എത്ര ദിവസമായെന്ന് പറയും. അപ്പം അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചെന്ന് പറഞ്ഞേ. ഉറക്കമൊക്കെ നമുക്ക് ശരിയാക്കി തരാം. ഞാനിത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ സാധനം വെച്ചിട്ട് അടിച്ചേ